നമസ്കാരം. കഴിഞ്ഞ 2 ദിവസങ്ങളായി, അതായത് ഇന്നലെയും ഇന്നുമായി 3 പേർ വന്യജീവികളുടെ ആക്രമണത്തിൽ മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത നമ്മൾ കണ്ടു. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ചർച്ചകൾ ചാനലുകളിൽ നടക്കുന്നുണ്ട്. ചർച്ചകൾ നടക്കുന്നത് കൂടുതലും രാഷ്ട്രീയമായിട്ടുള്ള പകപോക്കൽ അല്ലെങ്കിൽ വൈരാഗ്യം തീർക്കൽ എന്നുള്ള തലത്തിലാണ് നമ്മൾ കണ്ടത്. യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിലേക്ക് ആൾക്കാരും വരുന്നില്ല. പിന്നെയുള്ളതിൽ കിഫയുടെ നേതാവും അതുപോലെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രതിനിധിയൊക്കെയാണ് സംസാരിക്കാനിരിക്കുന്നത്. അപ്പോൾ അവരുടെ ആവശ്യം എന്ന് വെച്ചാൽ ഈ മൃഗങ്ങളെ കൊല്ലുക എന്നുള്ളത് തന്നെയാണ്. കൊല്ലാനായിട്ട് കളക്ടർക്ക് ഉത്തരവിടാം എന്ന് പറയുന്ന പഴയ പല്ലവി തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അഥവാ കൊന്നില്ലെങ്കിൽ അവർ ശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തും, സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുമെന്നാണ് പറയുന്നത്. ഇപ്പം അതിൽ 3 സംഭവങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ഇന്നലെ കോതമംഗലത്ത് നേര്യമംഗലത്ത് നടന്ന കാട്ടാനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടു പോയ ഒരമ്മ, അതുപോലെ കോഴിക്കോട് കൂരാച്ചുണ്ടിൽ കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിൽ മരണപ്പെട്ട ഒരു അപ്പൂപ്പൻ, അതുപോലെ ഇന്ന് തൃശ്ശൂർ വാഴച്ചാൽ പെരിങ്ങൽകുത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ട ഒരു ആദിവാസി ഒരു ചേച്ചി, അതുപോലെ അവരുടെ ഭർത്താവ് രക്ഷപ്പെട്ടു. ഇങ്ങനെയുള്ള 3 സംഭവങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് കോതമംഗലം പോലുള്ള ഒരു സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് മറ്റൊരു വാർത്ത കൂടെ കണ്ടിരുന്നു. അവിടെ 16 ആനകളെ നാഷണൽ ഹൈവേയുടെ പരിസരത്ത് കണ്ടു എന്നൊക്കെ ഒരു വാർത്ത കണ്ടിരുന്നു. നാഷണൽ ഹൈവേ എന്ന് വെച്ചാൽ കാണിക്കുന്നത് കാടാണ്, എങ്കിലും റോഡിനരികിൽ കണ്ടെത്തി എന്നുള്ളതാണ് വാർത്ത. അപ്പോൾ നമുക്കവിടെ ഉറപ്പിക്കാനായിട്ട് സാധിക്കും സ്ഥിരം ആനയുടെ മേഖലയാണെന്നുള്ള കാര്യം. അപ്പോൾ ഈ കോതമംഗലം ഭാഗത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കോതമംഗലം, മലയാറ്റൂർ, വാഴച്ചാൽ, അതിരപ്പള്ളി ഈ മേഖലയിലാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഒരു 28ഓളം ആനകളെ വേട്ടയാടിയ സംഭവം. അപ്പോൾ നമുക്ക് ഈ ഒരു മേഖല എന്ന് പറയുന്നത് ആനകൾക്കെന്നും ഭീതി നിലനിൽക്കുന്ന ഒരു മേഖലയാണെന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. മനുഷ്യനെ കണ്ടാൽ ആക്രമിക്കാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്ന സ്ഥലത്താണ് ഈ സംഭവം നടന്നത് എന്നുള്ളത് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ മനുഷ്യനാൽ ഈ ആനകൾക്ക് ഏറ്റവും കൂടുതൽ ഉപദ്രവം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ആനകളുടെ ജീവൻ വളരെ പെട്ടെന്ന് അവിടെ നിന്ന് അപ്രത്യക്ഷമാക്കിക്കൊണ്ടിരിക്കുന്നു ജനങ്ങൾ എന്നുള്ളതും നമ്മൾ അറിയേണ്ട കാര്യമുണ്ട്. അതിനുവേണ്ടി എന്തിനും തയ്യാറായിട്ടുള്ള സജ്ജരായിട്ടുള്ള ഒരുപാട് വേട്ടക്കാരും ഈ മേഖലകളിലുണ്ട് എന്നുള്ളതും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അങ്ങനെയാണ് ആ 28ഓളം ആനകളെ കൊല്ലപ്പെട്ട ഒരു സ്ഥലത്ത്, ആ ഒരു പ്രദേശത്ത്, ആ ഒരു വനമേഖലയിൽ, ഈ ഒരു പ്രദേശത്ത് അവിടെ നിന്നും ഏകദേശം 58ഓളം പ്രതികളെ വനം വകുപ്പ് പിടികൂടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അതിൻ്റെ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട ചില പ്രത്യേക ഘട്ടങ്ങളിൽ സഹകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത്തരത്തിലെ ചില മേഖലകൾ വിശദമായിട്ട് പഠിക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും, ഏറ്റവും കൂടുതൽ വേട്ടക്കാർ ഉള്ള ഒരു മേഖല കൂടിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ആനകൾക്ക് ഈ പ്രദേശത്ത് സ്വൈരമായിട്ട് സഞ്ചരിക്കാനുള്ള സാഹചര്യമില്ല. ഉൾക്കാട്ടിൽ പോയിട്ട് പോലും വേട്ടയാടുന്ന രീതികൾ ഇപ്പോഴും അവർ പിന്തുടരുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഉൾക്കാട്ടിൽ ഇവർ വിഹരിക്കുന്ന സമയത്ത് ആനകൾക്ക് നാട്ടിലേക്ക് ഓടിയിറങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട്. മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ വേനൽ കടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ വേനൽക്കാലത്ത് കാട്ടിൽ വെള്ളം കുറഞ്ഞു തുടങ്ങി. കാരണം വെള്ളമുള്ള സ്ഥലമെല്ലാം മനുഷ്യർ എടുത്തു കഴിഞ്ഞു. കാടിൻ്റെ നല്ലൊരു ഭാഗം, ഏറ്റവും മികച്ച ആവാസ വ്യവസ്ഥയും അതുപോലെ നല്ല ജീവിത സൗകര്യങ്ങളെല്ലാം ഉള്ള ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതയുള്ള സ്ഥലം മുഴുവനും മനുഷ്യൻ കൈയടക്കിയത് കൊണ്ട് തന്നെ വെള്ളം മുഴുവനും ഈ താഴത്തെ ഭൂമേഖലകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മൃഗങ്ങൾക്ക് ഈ വേനലിൽ വെള്ളം കുടിക്കാനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നേ സാധിക്കുള്ളൂ. ഈ കാടെന്ന് പറയുന്നത് ജനങ്ങൾക്ക് കൂടെ ഉള്ള ഒരു വെള്ളത്തിൻ്റെ വലിയൊരു ടാങ്കാണ്, സ്റ്റോർ ഹൗസാണ്. അപ്പോൾ അവിടെ ആ കാട്ടിലെ ജീവജാലങ്ങൾ ആ കാടിനെ കാടായിട്ട് നിലനിർത്തി സംഭരിക്കുന്ന വെള്ളം കുടിക്കാനുള്ള ഒരു അവകാശം പോലും മനുഷ്യർ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിലും വലിയൊരു നീതി നിഷേധം എവിടെയും പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭക്ഷണമില്ലാതെയും വിശന്നും ദാഹിച്ചും ഇറങ്ങി വരുന്ന ജീവികളുടെ മുന്നിൽ നിന്നും നമ്മളാണ് വിവേകപൂർവ്വം ഒഴിഞ്ഞു മാറേണ്ടത്. ആ മേഖല എന്ന് പറയുന്നത് ആ മേഖലയല്ല, ഈ വനമേഖലകളെല്ലാം തന്നെ ഇനിയുള്ള കാലത്ത് കൂടുതൽ ഈ പറഞ്ഞ ആനകൾ ഇറങ്ങുന്ന, മറ്റ് ജീവജാലങ്ങൾ ഇറങ്ങുന്ന ഒരു പ്രദേശമായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് ഈ പ്രദേശത്തെ ആളുകൾ ഇനിയുള്ള കാലത്ത്, ഇനിയുള്ള അടുത്ത ഈ വേനൽ തീരുന്നത് വരെയെങ്കിലും വളരെ ശ്രദ്ധാപൂർവം ഈ കാടിൻ്റെ പരിസരത്ത് നടക്കണമെന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ ഒരു മേഖല എന്ന് പറഞ്ഞാൽ കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിൽ കൂരാച്ചുണ്ട് കോഴിക്കോട് ഒരു വൃദ്ധൻ മരണപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പോൾ വൃദ്ധൻ്റെ കശുമാവിൻ തോട്ടത്തിൽ കാട്ടുപോത്ത് ഇറങ്ങി ആക്രമിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് വാർത്തയിൽ നിന്നെല്ലാം മനസ്സിലാവുന്നത്.
അതേസമയം ഇന്നലെ ഈ കാട്ടുപോത്ത് അവിടുത്തെ ടൗൺ പ്രദേശത്ത് കറങ്ങി നടക്കുന്നതായിട്ടും വനംവകുപ്പ് അവിടെ വന്ന് ആ കാട്ടുപോത്തിനെ ഓടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതായിട്ടും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു കാട്ടുപോത്ത് ഇറങ്ങിയിട്ടുണ്ടെന്നും ഈ മേഖലയിൽ അപ്പോൾ ആളുകൾ ജാഗ്രത പാലിക്കണമെന്നും വനംവകുപ്പ് നിർദ്ദേശം കൊടുത്തിട്ടും ഈ മേഖലയിൽ അതുപോലെ പ്രത്യേകിച്ച് മരണപ്പെട്ട വ്യക്തിയുടെ തോട്ടത്തിൽ കശുമാവിൻ തോട്ടത്തിൽ ഈ കാട്ടുപോത്തോ അല്ലെങ്കിൽ മറ്റ് വന്യജീവികളോ സ്ഥിരമായിട്ട് ഇറങ്ങാറുണ്ട് എന്ന് അവർ തന്നെ സാക്ഷ്യപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് കറങ്ങി നടക്കുന്ന ഒരു കാട്ടുപോത്തുണ്ടെന്ന് അറിഞ്ഞിട്ടും അശ്രദ്ധമായിട്ട് അവിടെ പോയതായിരിക്കാം ഈ കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിന് ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം, അതായത് വനംവകുപ്പിൻ്റെ അതായത് അറിയിപ്പുകളെ യാതൊരു പ്രാധാന്യം കൊടുക്കാതെ സ്വന്തം നിലയ്ക്ക് തന്നെ അവിടെ ഈ വന്യജീവികളുടെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുള്ള മേഖലകളിൽ കറങ്ങി നടക്കുന്ന സമയത്ത് അത് സ്വയം വരുത്തി വയ്ക്കുന്ന ഒരു വിന പോലെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടതായിട്ട് വരും. അല്ലാതെ ഇപ്പോൾ ആളുകൾ മരണപ്പെട്ടതിൽ നമ്മൾ സന്തോഷിക്കുകയല്ല ചെയ്യുന്നത്, ഏറ്റവും വലിയ ദുഃഖത്തോടു കൂടിയാണ് പറയുന്നത്. അപ്പോൾ സ്വന്തം ജീവന് ഒരു പ്രാധാന്യം കൊടുത്ത് ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ പ്രകൃതിയിലുണ്ടാകുന്ന ഈ പ്രതിഭാസങ്ങളെ നമ്മൾ പ്രതിരോധിച്ച് അവനവൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെന്ന് പറയുന്നത് തൃശ്ശൂരിലെ വാഴച്ചാൽ വനമേഖലയിൽ വനവിഭവം ശേഖരിക്കാൻ പോയ ഈ പറഞ്ഞ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട മറ്റേ ഭർത്താവിനെയും ഭാര്യയും ആന ആക്രമിച്ചു. അതിനകത്ത് ഭർത്താവ് രക്ഷപ്പെട്ടു, ഭാര്യ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അത് കാടിനകത്താണെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇത് ഈ പറഞ്ഞ വേനൽക്കാലത്ത് ഇതുപോലെ മൃഗങ്ങളുടെ പ്രത്യേകിച്ച് ആനയുടെയൊക്കെ എന്ന് പറയുന്നത് കുടിവെള്ളത്തിന് വേണ്ടിയിട്ടുള്ള പരക്കം പാച്ചലിലും അതുപോലെ അതിൻ്റെ യാത്രാ സഞ്ചാര വേളയിലൊക്കെ ആകസ്മികമായിട്ട് മുന്നിൽ ചെന്ന് പെടുന്ന സമയത്ത് ഉണ്ടാകുന്ന അപകട മരണമായിട്ടാണ് നമുക്കതിനെ വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ കാടുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് തന്നെയാണ് ഈ അപകടം ഉണ്ടായെന്നുള്ളത് ഏറ്റവും ഖേദകരമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ഒരുപക്ഷെ വളരെ ഏറ്റവും വലിയ ഒരു മഹാദുരന്തമായിട്ട് വിശേഷിപ്പിക്കുന്ന ഒരുപക്ഷെ ഞാൻ പറഞ്ഞ ഈ വാഴച്ചാലിൽ നടന്ന ഒരു ദുരന്തത്തെ തന്നെയാണ്. കാരണം കാടും മനുഷ്യനും ഒരുമിച്ച് ജീവിക്കുന്ന സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു കാരണവശാലും അപകടം വരാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആൾ മറ്റാൾക്കും വരാൻ പാടില്ല. പക്ഷേ വന്നതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വിഷമിക്കേണ്ട ഒരു കാര്യമുണ്ട്. പിന്നെ അവർക്ക് ആശുപത്രിയിൽ എത്തിക്കാനുള്ള സൗകര്യമോ മറ്റു കാര്യങ്ങളില്ലായിരുന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രക്ഷപ്പെടാനുള്ള സാധ്യത ഒരുപക്ഷെ വാഹന സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നന്നായിരുന്നു. പക്ഷേ കാടിനകത്ത് ജീവിക്കുന്ന ഒരാളുകളെ സംബന്ധിച്ച് ഒരു 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 വലിയൊരു വെല്ലുവിളി തന്നെയാണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അതിജീവിക്കുക എന്നുള്ളത്. മറ്റൊരു കാര്യം, ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ആളുകളുടെ മൃതശരീരത്തെ വെച്ച് വിലപേശുന്ന ഒരു രീതി, അതൊരിക്കലും യോജിക്കാനായിട്ട് പറ്റില്ല. അതിപ്പോൾ ഭരണപക്ഷമായിക്കോട്ടെ പ്രതിപക്ഷമായിക്കോട്ടെ, ഇന്നത്തെ ഭരണപക്ഷം നാളെ പ്രതിപക്ഷമാവാം, ഇന്നത്തെ പ്രതിപക്ഷം നാളെ ഭരണപക്ഷമാവാം. അപ്പോൾ അതിൻ്റെ കൂടെ ഈ പറഞ്ഞ മലയോര മേഖലയിലൊക്കെ കുടിയേറി പാർത്ത ആളുകളും മറ്റുമൊക്കെ എല്ലാവരും കൂടെ വളരെ സംഘടിച്ച് ഈ പ്രത്യേകിച്ച് കിഫ പോലുള്ള സംഘടനയുടെ വലിയൊരു ശക്തിയോട് കൂടിയിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഒരേ സ്വരം ഈ ജീവികൾ വെടിവെച്ച് കൊല്ലണമെന്ന് പറയുന്ന ആ ഒരു രീതി ഒരിക്കലും യോജിക്കാനായിട്ട് സാധിക്കില്ല. കാരണം അതൊരു ജീവനെ, അതായത് മരിച്ചുപോയ ഒരു വ്യക്തിക്ക് ഒരു ആദരവ് കൊടുക്കേണ്ട സമയത്ത് ആ ഒരു മൃതശരീരത്തിനെ നടുറോട്ടിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു നീക്കുകയും അതുപോലെ അപമാനിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത കൂടി വരികയാണ്. ഇവർക്കൊന്നും മനസാക്ഷി ഇല്ലാത്ത ആളുകളാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം ഈ മൃതദേഹം വെച്ച് വിലപേശുന്ന ആളുകളോട് സംസാരിച്ചിട്ട് കാര്യമില്ല, അവിടെ അതിശക്തമായിട്ടുള്ള നടപടി തന്നെ എടുക്കണം. അത് ഇന്നലെ പോലീസ് ചെയ്ത ഒരു പ്രവൃത്തി നല്ലൊരു പ്രവൃത്തി തന്നെയാണ്. ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ ഭീഷണികളെ ഒരു കാരണവശാലും ഒരു സർക്കാരും വെച്ച് പൊറപ്പിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിനകത്ത് മൃതദേഹത്തിനോടുള്ള അനാദരവ് പോലീസ് ഒരുപക്ഷെ മൃതശരീരം വെച്ചുകൊണ്ടുള്ള ആ വാഹനം അങ്ങോട്ട് തള്ളി നീക്കി കൊണ്ടുപോയി എന്നുള്ളത് അതിലും വലിയ മോശമായ പ്രവൃത്തിയാണ് നാട്ടുകാർ ചെയ്തതെങ്കിൽ ഇതിനെ നമുക്ക് സാധൂകരിക്കേണ്ടതായിട്ട് വരും. അപ്പം ആ മൃതദേഹത്തോടുള്ള ഒരു അനാദരവ് ഒരു കാരണവശാലും അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല. ഇനി മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ പറഞ്ഞ ഓരോ മനുഷ്യജീവനും വലിയ വില കൊടുക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഈ മരണപ്പെട്ട സിദ്ധാർത്ഥൻ വയനാട് പൂക്കോട്ട് വെറ്റിനറി കോളേജിൽ മരണപ്പെടുകയോ കൊല ചെയ്യപ്പെടുകയോ ഒക്കെ ഡിബേറ്റായി നിൽക്കുന്ന ആ ഒരു സംഭവത്തിൽ ആ മരണപ്പെട്ട ഒരു മനുഷ്യൻ്റെ ജീവനെ അതിന് വിലയില്ലേ? അതിനെ കൊല്ലാനായിട്ട് അല്ലെങ്കിൽ പ്രതിപട്ടികയിലുള്ള ഈ 10-18 പേരോളം ആളുകളെ കണ്ടെത്തിയിട്ടും, അതായത് ആ ഒരു ജീവൻ നഷ്ടപ്പെടാനായിട്ട് 10-18 പേർ കാരണമായി എങ്കിൽ അത്രയും പേരെ സർക്കാർ എന്ത് ചെയ്തു? അവിടെയൊന്നും ഈ വിലപേശലില്ലേ? അതൊരു മനുഷ്യ ജീവനല്ലേ? ചെറുപ്പക്കാരനായിട്ടൊരു വ്യക്തിയല്ലേ? ഇനിയും എത്രയോ കാലം ഭൂമിയിൽ ജീവിക്കേണ്ട ഒരു വ്യക്തിയല്ലേ? ആ വ്യക്തിക്ക് നഷ്ടപരിഹാരമില്ലേ?
അതുപോലെ എത്രയോ പേര് ഓരോ ദിവസവും അനുദിനം കൊല്ലപ്പെടുന്നുണ്ട്, കത്തിക്കുത്തേറ്റും അതുപോലെ രാഷ്ട്രീയ കൊലപാതകങ്ങളായിട്ടും അതുപോലെ മയക്കുമരുന്നിൻ്റെ മാഫിയുടെ ഇതായിട്ടും അതുപോലെ റോഡ് ആക്സിഡൻറ്റിലും ഒരു തരത്തിലും നീതീകരിക്കാൻ പറ്റാത്ത രീതിക്ക് വഴിയെ നടന്നു പോകുന്ന ആളെ പുറകിൽ വരുന്ന വാഹനം ഇടിച്ച് മരണപ്പെടുക. അപ്പോൾ ആ ജീവനൊന്നും ഒരു വിലയില്ലേ? ആ ജീവനും ഈ പറഞ്ഞ കാട്ടാന ആക്രമണത്തിൽ അല്ലെങ്കിൽ അല്പം മനുഷ്യൻ്റെ അല്പം പോലും അതെന്താണ് വിവേചന ബുദ്ധി ഇല്ലാത്ത മറ്റ് ജീവികളുടെ ആക്രമണത്തിൽ മരണപ്പെടുന്ന ജീവനും തമ്മിൽ എന്താണ് വ്യത്യാസം? ഈ ഓരോ ജീവനും അതിൻ്റേതായിട്ടുള്ള ഒരു പ്രാധാന്യം ഉണ്ടല്ലോ. എല്ലാറ്റിനും ഒരേ വില തന്നെയല്ലേ കൊടുക്കേണ്ടത്. അല്ലാതെ വന്യജീവികളുടെ ആക്രമണത്തിൽ മരണപ്പെടുന്ന ആളുകൾക്ക് മാത്രം ഈ വലിയ നഷ്ടപരിഹാരം കൊടുക്കുക, അതിനെ വലിയ പ്രശ്നമായിട്ട് കൊട്ടിഘോഷിക്കുക. അത് ഈ വന്യമൃഗങ്ങൾക്ക് എന്താണ് വോട്ടില്ലാത്തത് കൊണ്ടാണോ, അതോ വേറെ എന്താണ് അതിൻ്റെ ഉദ്ദേശം? അതോ അതിനെ പിടിച്ച് തിന്നാൻ വേണ്ടിയിട്ടാണോ? കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലാനായിട്ട് ഉത്തരവിറക്കിയ സമയത്ത് ഇപ്പോൾ ആളുകൾക്ക് അതൊരു വലിയ വിഷയമല്ലല്ലോ. എടുക്കാൻ തിന്നാം. സർക്കാർ പോലും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ മറ്റ് ജീവജാലങ്ങളെ കൊന്നൊടുക്കി അത് തിന്ന് തീർക്കുക. അപ്പോഴാണ് ഇനി മനസ്സിലാവാൻ പോകുന്നത് ഇനിയും ഇതുപോലെയുള്ള മറ്റിതിലും കൂടുതൽ വലിയ ദുരന്തങ്ങൾ വരാൻ പോകുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ കാര്യത്തിൽ ശരിക്കും ഒരു വിവേചന ബുദ്ധിയോടുകൂടി കാണണം. മരണപ്പെടുന്ന ഓരോ മനുഷ്യനും അതിൻ്റേതായിട്ടുള്ള ഒരു ദുഃഖം നമ്മളിൽ വേണം. ആ മരണപ്പെട്ടു പോയ വ്യക്തിയോടുള്ള അനാദരവ് എന്ന് പറയുന്നത് ഒരിക്കലും വെച്ച് പൊറിപ്പിക്കാനായിട്ട് സാധിക്കില്ല. അതിനെ വഴിയിലിട്ട് അപമാനിക്കുന്ന രീതി, അതിനെ വെച്ച് വിലപേശുന്ന രീതി, അതുപോലെ 50 ലക്ഷം രൂപ വേണം. അതായത് 50 ലക്ഷം രൂപ മറ്റേ വന്യജീവികളുടെ ആക്രമണത്തിൽ പെട്ട വ്യക്തിക്ക് വേണമെങ്കിൽ മറ്റേ വ്യക്തികൾ നിങ്ങൾ 50 ലക്ഷം കൊടുക്കണം. ഓരോ അപകടത്തിൽപ്പെടുന്ന ആളുകൾക്കും കൊടുക്കണം. അങ്ങനെ കൊടുക്കാറുണ്ടോ? എന്താ അതിനുവേണ്ടി ബാധിക്കാൻ ആളില്ലാതെ പോകുന്നത്? അപ്പോൾ ഇതിന് മാത്രം എന്താ ഒരു പ്രത്യേകത? ഈ ജീവികൾ മിണ്ടാപ്രാണി ആയതുകൊണ്ടാണോ? അതോ നമ്മളെല്ലാം അവരുടെ സ്ഥലം കയ്യേറി ആ പ്രദേശം മുഴുവൻ കൈയടക്കി അവരുടെ മൂവ്മെൻറ്റ്സ് മുഴുവൻ തടസ്സപ്പെടുത്തി അവരുടെ വിഭവങ്ങൾ മുഴുവൻ നമ്മൾ തിന്നിട്ട് നമ്മുടെ വളർത്തുമൃഗങ്ങൾ മുഴുവൻ കാട്ടിൽ വളർത്തിയിട്ട് അവരുടെ കാട്ടിലുള്ള ജൈവ സ്രോതസ് മുഴുവൻ അല്ലെങ്കിൽ അവിടുത്തെ വിഭവങ്ങൾ മുഴുവൻ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം അവിടെ നിന്ന് ഒരു ജീവിയും ഇങ്ങോട്ട് വരാൻ പാടില്ലെന്നും അവരെ കൊല്ലണമെന്നും അവരെ തിന്നണമെന്നൊക്കെ പറയുന്നതിനകത്ത് എന്തർത്ഥമാണുള്ളത്? ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ ആ മനോഭാവം മാറിയില്ലെങ്കിൽ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അത് നമ്മുടെ ഈ പ്രബുദ്ധ കേരളം എന്ന് പറയുന്ന പ്രബുദ്ധ കേരളവും നമ്മുടെ കേരളം നമ്പർ 1 എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ചിന്താഗതിയെ നമ്മൾ തുറന്നു കാട്ടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പൊതുസമൂഹം ഇത് തിരിച്ചറിയുകയും വന്യജീവികളെ സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണെന്നും അല്ലാതെ ഈ ജീവികളെ കൊല്ലുക എന്ന് പറയുന്ന ആ മനോഭാവം പ്രകടിപ്പിക്കുന്ന ആളുകളോട് ഒരു കാരണവശാലും കൂടെ പോകാൻ പാടില്ലെന്നും അതിനകത്തൊരു സന്ധിയില്ലാത്ത ഒരു സമരം ഇവരോടാണ് പ്രഖ്യാപിക്കേണ്ടതെന്നും കൂടെ ഈ സമയത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിനു വേണ്ടിയിട്ടുള്ള ഏതറ്റം വരെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമോ, വന്യജീവികളെ സംരക്ഷിക്കാൻ വേണ്ടി സാധിക്കുമോ, അത് അവരവരാൻ കഴിയുന്ന രീതിയിലേക്ക് ശ്രമിക്കുക. അതുപോലെ നമ്മൾ കക്ഷി രാഷ്ട്രീയം മറന്ന് ഈ പറഞ്ഞ ജീവജാലങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ മുഖ്യ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ ഭാവിയിൽ നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ പ്രകൃതിയുടെ ഏറ്റവും വലിയ ദുരന്തങ്ങൾ നമ്മൾ വാങ്ങിച്ചു കെട്ടേണ്ടതായിട്ട് വരും. അത് വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.